നമ്മളെയൊക്കെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പിക്കുന്ന ദൃശ്യങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സമൂഹമാധ്യമങ്ങളിലടക്കം പുറത്തു വന്നത്, ദേശീയ മാധ്യമങ്ങളടക്കം അന്താരാഷ്ട്ര മാധ്യമങ്ങളടക്കം പുറത്തുവിട്ടത്. അത്രയേറെ വേദനിപ്പിക്കുന്ന ദൃശ്യങ്ങളായിരുന്നു. വളരെ പെട്ടെന്നാണ് ഈ ഭൂകമ്പം ഉണ്ടാകുന്നത്. ഈ ഭൂകമ്പം കനത്ത നാശം വിതച്ച മ്യാൻമാറിൽ ഇപ്പോഴും രക്ഷാദൗത്യം തുടരുകയാണ്. മരണസംഖ്യ ഉയരുകയാണ്. നിരവധി പേരാണ് കെട്ടിടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നത്. തായ്ലൻഡിലെ ബാങ്കോക്കിൽ തകർന്ന കെട്ടിടങ്ങൾക്കിടയിൽ കുടുങ്ങിയവരെ പുറത്തെത്തിക്കാനുള്ള ശ്രമവും തുടരുകയാണ്. മ്യാൻമാറിലേക്ക് ഇന്ത്യ അടിയന്തര സഹായവും അയച്ചിട്ടുണ്ട്. നമുക്കിപ്പം അശ്വജിത്ത് ചേരുന്നുണ്ട്. അശ്വജിത്ത്, വളരെ പേടിപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം അത്രമാത്രം ആഘാതം നമുക്ക് അവിടെ നിന്നും ദൃശ്യമാകുന്നുണ്ട്. ഈ ഭൂകമ്പത്തിൽ 100-ലേറെ പേർ ഇപ്പോൾ മരണപ്പെട്ടു എന്നുള്ളതാണ് വിവരം. കനത്ത നാശനഷ്ടങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. ഇപ്പോഴും കെട്ടിടങ്ങൾക്കിടയിൽ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. രക്ഷാദൗത്യം എവിടെ വരെയായി? എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? ജയലക്ഷ്മി പറഞ്ഞതുപോലെ ഏറ്റവും ഭീതിജനകമായ പേടിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് മ്യാൻമറിൽ നിന്ന് ഓരോ നിമിഷവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഒടുവിലായി പുറത്തു വന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ സ്ക്രീനിൽ കാണുന്നത്. മ്യാൻമറിലെ മാൻഡലെ നഗരത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളാണിത്. ഭൂകമ്പമുണ്ടായ ഉടൻ തന്നെ ആളുകൾ പരിഭ്രാന്തരായി ഓടുന്നതാണ് ആ ദൃശ്യങ്ങളിൽ വ്യക്തമാവുന്നതും. ഞാനിനി ഏറ്റവും ഒടുവിലത്തെ അപ്ഡേറ്റ്സിലേക്ക് വളരെ പെട്ടെന്ന് വന്നാൽ, നിലവിൽ മ്യാൻമറിൽ മാത്രം മരണസംഖ്യ 144 ആയിരിക്കുന്നു എന്നതാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അവിടെ രക്ഷാദൗത്യം തുടരുകയുമാണ്. ഒപ്പം ചൈനയിൽ നിന്നുള്ള രക്ഷാസംഘം മ്യാൻമറിലെ ദുരിതബാധിത പ്രദേശങ്ങളിൽ, ഭൂകമ്പ ബാധിത പ്രദേശങ്ങളിൽ എത്തിയിട്ടുണ്ട്. രക്ഷാദൗത്യം അവിടെ തുടർന്നുകൊണ്ടിരിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ആ മേഖലയിൽ ഒന്നും തന്നെ കൃത്യമായ ആശയവിനിമയ സംവിധാനങ്ങളോ വൈദ്യുതി ബന്ധമോ ഇല്ല. അതുകൊണ്ട് പൂർണ്ണമായും വിവരങ്ങൾ പുറത്ത് വരുന്നതുമില്ല. അത് വലിയൊരു തിരിച്ചടിയാണ്. പക്ഷേ എങ്കിൽ പോലും ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരമാണ് ഈ അപ്ഡേറ്റ്സ് നൽകുന്നത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ മ്യാൻമറിലേക്ക് അടിയന്തര സഹായമായി ഇന്ത്യ 15 ടൺ അവശ്യ വസ്തുക്കൾ കയറ്റി അയച്ചിട്ടുമുണ്ട്. ഏതായാലും വളരെ സങ്കീർണമായ സാഹചര്യമാണ് മ്യാൻമറിലെ മാൻഡലെ നഗരത്തിൽ നിലവിലുള്ളത്. ജയലക്ഷ്മി. അശ്വജിത്ത്, അതേപോലെ ബാങ്കോക്കിലെ സ്ഥിതിയും ഇതേപോലെ തന്നെയാണ്. അവിടുത്തെ ഒരു സ്ഥിതി എന്താണ് ഇപ്പോൾ ബാങ്കോക്കിലെ സ്ഥിതി? ബാങ്കോക്കിലും രക്ഷാദൗത്യം തുടരുകയാണ്. അവിടെ മ്യാൻമറിനെ അപേക്ഷിച്ച് അത്ര തീവ്രമായൊരു നാശനഷ്ടം ഉണ്ടായിട്ടില്ല. എങ്കിൽ പോലും മ്യാൻമറിൽ അപേക്ഷിച്ച് ഇവിടെ ബാങ്കോക്കിലേക്ക് വന്നാൽ വലിയൊരു കെട്ടിടം, അതായത് നിർമ്മാണത്തിൽ ഉണ്ടായിരുന്ന ഒരു 30 നില കെട്ടിടം തകർന്നാണ് അവിടെ ഏറ്റവും വലിയൊരു അപകടമുണ്ടായത്. ആ കെട്ടിടത്തിന് അടിയിൽ, അല്ലെങ്കിൽ ആ കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ ഇപ്പോഴും 80-ലേറെ പേർ കുടുങ്ങിക്കിടക്കുന്നു എന്നതാണ് ഔദ്യോഗികമായി അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം. ഇപ്പോൾ അവിടെ 6 പേരുടെ മരണമാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. അങ്ങനെ 144 മ്യാൻമറിലും, ഒപ്പം ഇവിടെ 6 പേരും, ബാങ്കോക്കിൽ 6 പേര് എന്നിങ്ങനെയാണ് 150 എന്ന മരണസംഖ്യയിലേക്ക് എത്തുന്നത്. ബാങ്കോക്കിലെ ആ കെട്ടിടത്തിനടിയിൽ ഇപ്പോഴും ഏതാണ്ട് 100ഓളം പേർ, 80 തൊട്ട് 100ഓളം പേർ ഉണ്ട് എന്നതാണ് പറയുന്നത്. അവരെ ജീവനോടെ തന്നെ പുറത്ത് രക്ഷിച്ചെടുക്കാനുള്ള ശ്രമമാണ് അവിടെ പുരോഗമിക്കുന്നത്. ജയലക്ഷ്മി. അശ്വജിത്ത്, അതേപോലെ തന്നെ ഈ കെട്ടിടങ്ങൾക്കിടയിൽ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട് ഇപ്പോഴും എന്നുള്ളത് ഏറെ ആശങ്ക ജനിപ്പിക്കുന്ന കാര്യം തന്നെയാണ്. അതേപോലെ തന്നെ മറ്റ് രാജ്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ സഹായവും എത്തിച്ചിട്ടുണ്ട്. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ സഹായം എത്തിച്ചിട്ടുണ്ട്. ആ വിവരങ്ങൾ കൂടി പറയും. തീർച്ചയായിട്ടും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ത്യ 15 ടൺ അവശ്യ വസ്തുക്കളാണ് മ്യാൻമറിലേക്ക്, ദുരിതബാധിത മേഖലയിലേക്ക് കയറ്റി അയച്ചിട്ടുള്ളത്. ഇന്ത്യയിൽ നിന്ന് വിമാനം പുറപ്പെട്ടു കഴിഞ്ഞു. ഒപ്പം ചൈനയുടെ വലിയൊരു സംഘം, രക്ഷാദൗത്യ സംഘം മ്യാൻമറിൽ എത്തിയിട്ടുമുണ്ട്. അവിടെ രക്ഷാദൗത്യം നടത്തുന്നതിനായി മറ്റ് രാജ്യങ്ങളെല്ലാം തന്നെ സഹായ വാഗ്ദാനവുമായി രംഗത്തെത്തിയിട്ടുമുണ്ട്. ഒപ്പം ഏറ്റവും ഒടുവിലായി നമുക്ക് പങ്കുവെക്കാൻ ഒരു ദൃശ്യം കൂടിയുണ്ട്. അത് ചൈനീസ് അതിർത്തിയിൽ നിന്നാണ്. അതായത് മ്യാൻമറും ചൈനയും തമ്മിൽ പങ്കിടുന്ന അതിർത്തിയിൽ നിന്ന്. അവിടെ ഈ ഭൂകമ്പത്തിന്റെ പ്രകമ്പനം ഏറെ ഉണ്ടാവുകയും ജനങ്ങൾ പരിഭ്രാന്തരായി ഓടുന്ന ദൃശ്യങ്ങളുമാണ് ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണുന്നത്. ആ ദൃശ്യങ്ങളിലേക്ക് പോകാം അല്ലേ? തീർച്ചയായിട്ടും ആ ദൃശ്യങ്ങളൊന്ന് കാണാം. ഏറ്റവും ഒടുവിൽ പുറത്തുവന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏറെ ഭയപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ്. ഇപ്പോഴും കെട്ടിടങ്ങൾക്കിടയിൽ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മളെയൊക്കെ ഏറെ ഭയപ്പെടുത്തുന്ന ഒരു കാര്യം. ചൈനയിലെ റുള്ളി എന്ന പ്രദേശത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. ഇവിടെ ഈ മ്യാൻമറുമായി അതിർത്തി പങ്കിടുന്നത് എന്നുകൊണ്ട് തന്നെ ഏതാണ്ട് ആ മേഖലയിലൊക്കെ വളരെ കടുത്ത പ്രകമ്പനമാണ് ഉണ്ടായിരിക്കുന്നത്. ആ കെട്ടിടങ്ങളൊക്കെ ചെറിയ തോതിൽ ഇളകുന്നതും ആളുകൾ പരിഭ്രാന്തരായി ഓടുന്നതുമാണ് ആ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അല്ലേ?
ശുചിത്, അതേപോലെ തന്നെ ഈ ആശയവിനിമയം ഒക്കെ തകർന്നത്, അതായത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കാത്ത ഒരു സാഹചര്യം കൂടി അവിടെ ഉണ്ട് എന്നുള്ളത് ഈ ദുരിതത്തിന്റെ വ്യാപ്തി കൂട്ടുന്നുണ്ട്. കാരണം സഹായം എത്തിക്കേണ്ട സ്ഥലങ്ങൾ അല്ലെങ്കിൽ ഇനി എവിടെയൊക്കെയാണ് ആളുകൾ കുടുങ്ങിക്കിടക്കുന്നത് ഇതൊക്കെ അറിയാൻ സാധിക്കാത്തത് ഈ ഒരു രക്ഷാദൗത്യത്തിന് ഒരു പ്രധാന വെല്ലുവിളി കൂടിയാകുന്നുണ്ടല്ലേ? തീർച്ചയായിട്ടും കഴിഞ്ഞ മണിക്കൂറുകളൊക്കെ തന്നെ വലിയ ആശങ്കയായി നിന്നത് മ്യാൻമറിൽ നിന്ന് കൃത്യമായി വിവരങ്ങൾ പുറത്തു വരുന്നില്ല എന്നുള്ളത് കൂടിയാണ്. കാരണം അവിടെ രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ട് തന്നെ ഇന്റർനെറ്റ് സംവിധാനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് വലിയ പ്രതിസന്ധിയായിരുന്നു ഈ വിവരങ്ങൾ പുറത്തു വരുന്നതിന്. അതായിരുന്നു ഏറ്റവും വലിയ തടസ്സവും. പക്ഷേ ഇപ്പോൾ ഈ മണിക്കൂറുകളിൽ ഇന്ന് രാവിലെ മായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയും അടുത്ത മണിക്കൂറുകളിലായിരിക്കും ഒരുപക്ഷെ ഈ ദുരന്തത്തിന്റെ തീവ്രത വ്യക്തമാക്കുന്ന മരണസംഖ്യയോ അല്ലെങ്കിൽ അതുപോലെ വലിയ നാശനഷ്ടങ്ങൾ സംബന്ധിച്ചുള്ള വിവരങ്ങളൊക്കെ ഒന്നുകൂടെ വ്യക്തമായി പുറത്തു വരിക. ശരി അശ്വജിത്ത്. എന്തായാലും മ്യാൻമറിൽ രക്ഷാദൗത്യം പുരോഗമിക്കുകയാണ്. മരണസംഖ്യ ഇപ്പോൾ 144 ഇത് ഉയരുകയാണ്. ഇനി നിരവധി പേരാണ് കെട്ടിടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നത് എന്നുള്ളതാണ് നമ്മളെയൊക്കെ വേദനിപ്പിക്കുന്ന കാര്യം. കാരണം രക്ഷാദൗത്യവും ദുഷ്കരമാകുന്നുണ്ട്. ആശയവിനിമയ സംവിധാനങ്ങളൊക്കെ താറുമാറായി, ഇന്റർനെറ്റ് സംവിധാനമൊക്കെ താറുമാറായ പ്രദേശങ്ങളുണ്ട്. ഇവിടേക്കൊക്കെ സഹായം എത്തിക്കേണ്ടതുണ്ട്. അതേപോലെ ബാങ്കോക്കിലും 6 മരണമാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഏറ്റവും പുതിയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടത്. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ അടിയന്തര സഹായവും എത്തിച്ചിട്ടുണ്ട്. അശ്വജിത്താണ് വിവരങ്ങൾ പങ്കുവച്ചത്.